കട്ട് ചെയ്തുകൂടെ എടുക്കാം. ഞാനിവിടെ അല്പം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും ഇതിന്റെ തോലൊന്നും കളയാതെ തന്നെയാണ് എടുത്തിട്ടുള്ളതും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഈ കഷ്ണങ്ങളിലേക്ക് 50 ഗ്രാം അളവിലെ ചെറുപയർ പരിപ്പ് കൂടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് ചേർക്കാവുന്നതാണ്. ഇനി വെന്ത് വരാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ എരിവിനായിട്ടുള്ള പച്ചമുളകും കൂടെ, അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുക്കർ ഒന്ന് മൂടിയിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ഇനി കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റാം. കഷ്ണങ്ങൾ വെന്തുവരുന്ന സമയം കൊണ്ട് അരമുറി നാളികേരവും 1 നുള്ളു നല്ല ജീരകവും 3 കൊച്ചുള്ളിയും 1 പച്ചമുളകും 3 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചു വെക്കാം. ഈ ഒരു സമയത്ത് 3 വിസിലിന് ശേഷം കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. മൂടി ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ല പോലെ തന്നെ വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊന്ന് ഇളക്കി കൊടുക്കാം. കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കരുത്. ചുരക്കയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതാണ്. ഇനി കഷ്ണങ്ങൾ വെന്തു വരുമ്പോൾ ഒരുപാട് വെള്ളം കൂടി വരും. കൂടി വരുന്ന വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറി തയ്യാറാക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതിനുശേഷം വെന്തു വന്ന കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് മാറ്റേണ്ടതും. മൺചട്ടിയിലേക്ക് കഷ്ണങ്ങൾ വേവിച്ചത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേര കൂട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. നാളികേരം അരച്ചെടുത്തപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. കറിയിലേക്ക് അരപ്പ് കൂടി ചേർത്താൽ വീണ്ടും നല്ല പോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കറി തിളപ്പിക്കാതെ തന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നൊന്ന് വാങ്ങി വെക്കാവുന്നതാണ്. കറി നല്ല കട്ടിയായിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് ചേർക്കാവുന്നതാണ്. മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് ചെറുതായിട്ടൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു താളിപ്പ് കൂടെ ചെയ്തെടുക്കാം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് താളിപ്പിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കൂടെ തന്നെ എണ്ണ ചൂടായി വന്നപ്പോൾ കടുകും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കടുക് നല്ല പോലെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 5 അല്ലി കൊച്ചുള്ളിയും ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. അതിനുശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടതും. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ കറി ഒന്ന് മൂടി കൂടെ വെച്ചു കൊടുക്കാം. ഇനി കറിയുടെ ചൂടൊന്ന് ആറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന്